നല്ല ഏസ്തറ്റിക് വൈബുള്ള ഈ ഒരു വാൾ ഡെക്കോർ ശ്രദ്ധിച്ചോ, അത് ഇന്നുണ്ടാക്കാൻ പോകണം നമ്മൾ. ഇവിടെ കുറച്ച് പിസ്താ ഷെൽസ് ഉണ്ടായിരുന്നു, അതും ഒരു കാർഡ്ബോർഡും അത്രയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിസ്താ ഷെല്ല് ഇതനുസരിച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മൾ മെയിനായിട്ടും വ്ളോഗും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ വ്ളോഗും ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേരുണ്ട്. അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരുണ്ട്, ഇതൊക്കെ കണ്ട് നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്ന ആളുകൾ. സോ അവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കോറേറ്റ് ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവമാണ്. നമ്മളടിക്കുന്ന പെയിൻ്റ് അനുസരിച്ച് അതിൻ്റെ ഭംഗി ഡിഫറൻ്റ് ആയിട്ട് വരും. നമ്മൾ ഓർഡർ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ട് വരും. ഈ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോയിലാട്ടോ ഞാൻ ആദ്യമായിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്യണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ക്രാഫ്റ്റിന് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുത്തു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ എളുപ്പത്തിന് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കിട്ടും. ഈ ഗ്ലൂഗൺ സംഭവം അടിപൊളിയാട്ടോ, നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് പണി തീരുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ചെറിയൊരു മെസ്സി ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അതിൻ്റെ സ്റ്റിക്കിങ് ഇങ്ങനെ വലിഞ്ഞ് പക്ഷേ ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു പെയിൻറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് അധികം ടൈം എടുത്തു. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ്റ് കറക്റ്റായിട്ട് ചെല്ലേണ്ടായിരുന്നു. സോ അത് കുറച്ച് ടൈം എടുത്തു. പിന്നെ നമ്മൾ ടിപ്പിൽ ഒരു ഗോൾഡൻ പെയിൻറ്റ് വെച്ച് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയും വലിയ കാർഡ്ബോർഡ് എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ തൊട്ടിച്ച് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. സോ ചെറുത് വേണമെങ്കിൽ അതനുസരിച്ച് കാർഡ്ബോർഡിൻ്റെ വലിപ്പം ചെറുതാക്കാം. സോ എങ്ങനെയുണ്ട് നമ്മുടെ സംഭവം? അടിപൊളിയായിട്ടില്ലേ വാൾ ഡെക്കോർ? ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്